ഇന്നത്തെ റെസിപ്പി രാവിലെയാണെങ്കിലും വൈകിട്ടാണെങ്കിലൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന 3 തരം റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്ന. ബ്രെഡും മുട്ടയും വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. എളുപ്പമാണ്. അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതെടുത്ത് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഈസി റെസിപ്പി തന്നെ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് ആദ്യം നമ്മൾ മുട്ട ഓംലെറ്റ് ചെയ്യുന്ന പോലെയാണ് കേട്ടോ ഈ ഒരു കൂട്ട് റെഡിയാക്കി എടുക്കുന്ന. 3 മുട്ടയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പക്ഷേ 4 മുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ. 4 പീസ് ബ്രെഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിലോട്ടൊരു പകുതി സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പാകത്തിനുള്ള ഉപ്പും ഒരിച്ചിരി മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ സാധാ മുട്ട ഓംലെറ്റ് ചെയ്യുന്ന കൂട്ട് തന്നെയാണ് ഇതിലോട്ട് ഈ ഒരു കൂട്ട് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രം ചൂടാകുമ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നെയ്യ് ചൂടായി വരുമ്പോഴേക്കും ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക. എന്നിട്ട് ഇതിലോട്ട് ഈ ഒരു മുട്ടക്കൂട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നേരെ പകുതി ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ചൊന്ന് കൂടി പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നേരെ പകുതി കുറച്ച് ഒരു ലെയറായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ ബ്രെഡ് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ സൈഡൊക്കെ ഒന്ന് കവറാക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് ഈ ഒരു പാനിൻ്റെ വലുപ്പത്തിൽ തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ബാക്കിയുള്ള മുട്ടക്കൂട്ട് മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ മുട്ട പോരാത്ത കൊണ്ട് ഞാൻ വീണ്ടും ഒരു മുട്ട ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് എല്ലായിടത്തും സവാളയൊക്കെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. സവാളയും ഉപ്പും പച്ചമുളകും നമ്മൾ ചേർത്തതൊക്കെ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. ഇനി മൂടി വെച്ചിട്ട് ഫ്ലെയിം കുറച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഫ്ലെയിം കുറച്ച് വെക്കാം കേട്ടോ. ഒരുപാട് സമയമൊന്നും വേണ്ട. പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും. അടിഭാഗം ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയാൽ മതി. മുട്ടയല്ലേ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. നിങ്ങൾക്ക് സെയിം പാനിൽ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വേറൊരു പാന് ചൂടാക്കിയിട്ട് അതിലോട്ടാക്കി കൊടുത്താലും മതി. ഇനി മറ്റേ സൈഡ് കുക്കായി വരുമ്പോൾ നമുക്കിത് മാറ്റാം. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ചൂടോടെ കഴിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ്. ഇപ്പോൾ ചൂടാറിയാലും കഴിക്കാനൊക്കെ ടേസ്റ്റ് തന്നെയാണ്. എന്താണെങ്കിലും നമ്മൾ ചൂടോടെ കഴിക്കുമ്പോൾ അതിൻ്റേതായ രീതിയിൽ വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. നമുക്ക് കുട്ടികൾക്ക് സ്കൂളിലോട്ട് കൊടുത്ത് വിടാനാണെങ്കിലും അല്ലെങ്കിൽ വൈകിട്ട് വരുമ്പോഴോ രാവിലെയോ ഒക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒന്നും പണിയില്ലല്ലോ ഇത് ഉണ്ടാക്കാൻ. ഈസിയല്ലേ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് വേറൊരു രീതിയിലുള്ള പോളയും കൂടി നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ. ഇത് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് മീഡിയം സൈസിലുള്ള 3 സവാളയാണ് കേട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു 1/4 കപ്പോളം ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം ചെറുതാക്കിയിട്ട് തന്നെ അരിഞ്ഞു കൊടുക്കുക. പിന്നെ ഇതിലോട്ട് 2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം എല്ലാം കൂടെ. ഇതിപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലോട്ട് നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത്, 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി. ഇത്രയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഫ്ലെയിം കുറച്ചിട്ട്. ഇനി നമുക്കിതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ചേർത്ത് കൊടുത്താൽ മതി. ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. ചെറുതായിട്ടൊന്ന് വെന്ത് ഉടയുന്ന പരുവത്തിലാകണം. അപ്പോൾ അതുവരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് മൂടി വെക്കാം കേട്ടോ. ഒരു ഇച്ചിരി വെള്ളം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മളിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ വെന്ത് കിട്ടുന്നുണ്ട്. ഇനി നമ്മളിതിലോട്ട് അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ്. ചെറുതായിട്ട് ഒന്ന് ഷ്രെഡ് ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ്. ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വേവിച്ചെടുത്തതാണ്. വേണമെങ്കിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. വേവിച്ചെടുക്കുമ്പോൾ ഏകദേശം 1/4 കപ്പോളം ചേർത്ത് കൊടുത്താൽ മതി. 1/4 കപ്പ് മുതൽ 1 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു ചിക്കനും അതുപോലെ മസാലയും ഒക്കെ വേണമെങ്കിൽ ഒരു ഇച്ചിരി ചിക്കൻ വേവിച്ച വെള്ളം ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്തിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് വറ്റി കിട്ടും. അപ്പോൾ ഇത് നല്ലോണം ഡ്രൈ ആയിട്ട് അങ്ങനെ നമ്മൾ ചെയ്യുന്ന മസാലയല്ല. ചെറിയൊരു ഇതുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. എന്തായാലും നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വറ്റി കിട്ടുന്നുണ്ട്. ഇനി ഉപ്പ് നമ്മൾ ഇതിലോട്ട് ചേർത്തിട്ടില്ല. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ചിക്കനിൽ ഉപ്പുണ്ട്. വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ട് വേവിച്ചെടുക്കുന്നതാണ്. അപ്പോൾ അത് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അവസാനമായിട്ട് ഇതിലോട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള ബാക്കി കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം.
ഇനി ഒരു ബൗളിലോട്ട് 5 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് ഇനി അരക്കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 5 മുട്ടയും അരക്കപ്പ് പാലും പിന്നെ ഒരിച്ചിരി കുരുമുളക് പൊടിയും അതുപോലെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട്. അപ്പോൾ ഈ ഒരു മുട്ടക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി മാറ്റി വെക്കാം. ഇനി വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ബ്രെഡ് ഏകദേശം ഒരു 10-12 സ്ലൈസ് ബ്രെഡ് വേണ്ടി വരും. സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ കുറച്ച് ചെറുതായിട്ട് ഞാൻ ബ്രെഡ് ഇതുപോലെയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സൈഡൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളെടുക്കുന്ന പാനിൻ്റെ സൈസ് അനുസരിച്ച് ബ്രെഡിൽ മാറ്റം വരും. ഇനി നമ്മൾ ഈ ഒരു മുട്ടക്കൂട്ടിൽ ഡിപ്പ് ചെയ്തിട്ടാണ് ബ്രെഡ് വെച്ച് കൊടുക്കുന്നത്. ആദ്യം നമുക്ക് ഒരു പാന് ചൂടായ ശേഷം ഇതിൻ്റെ അടിയിൽ ഒരു ചൂടാവാത്ത ഒരു പാനാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ചൂടുള്ള പാനല്ല, അടിയിൽ വെച്ച് കൊടുത്തിട്ടുള്ള തവ. അപ്പോൾ ആദ്യം 1-2 ടീസ്പൂൺ നെയ്യ് ഇതുപോലെ ഇട്ട് കൊടുത്ത ശേഷം ഇനി നമ്മൾ ഇതിലോട്ട് ഫ്ലെയിം കുറച്ചിട്ടാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലോട്ട് മുട്ടക്കൂട്ട് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമ്മൾ ബ്രെഡ് നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു മുട്ടക്കൂട്ടിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യുക, എന്നിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. 2 സൈഡും ഒന്ന് ഡിപ്പാക്കി കൊടുത്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. ഈ ഒരു പാന് ഫുള്ളാകുന്ന രീതിയിൽ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം കുറച്ച് തന്നെ വെക്കുക. അതുപോലെ അടിയിൽ വെച്ചിട്ടുള്ള തവ ചൂടാക്കാത്ത തവയാണ് വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് ഓവർ കുക്കായി പോകും. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ എടുത്ത് വെച്ചിട്ടുള്ള ചെറിയ കഷ്ണം ഇതുപോലെ ഇങ്ങനെ ഈ ഒരു സൈഡ് ഫില്ലാകുന്ന രീതിയിലുള്ള കട്ട് ചെയ്തെടുത്താൽ മതി ആ ഒരു സൈസിൽ. എന്നിട്ട് മുട്ടക്കൂട്ടിൽ ഡിപ്പ് ചെയ്തിട്ട് തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിൽ ഈ നമ്മളെടുത്ത് വെച്ച മസാല ഇതുപോലെ ഒന്ന് ലെവലാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എല്ലാ ഭാഗത്തോട്ടും എത്തുന്ന രീതിയിൽ ഒന്ന് ലെവലാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഏകദേശം ഫില്ലിങ് പാകത്തിന് തന്നെ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ മുട്ടക്കൂട്ടിൽ ബ്രെഡ് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. അതുപോലെ സൈഡിലും കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മുകളിലോട്ട് കുറച്ച് മുട്ടക്കൂട്ട് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കുറച്ച് മുട്ടക്കൂട്ട് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം മുകളിലോട്ടും. ഒരുപാടൊന്നും വേണ്ട, ഒരു 2 തവിയൊക്കെ മതിയാകും. 2-3 തവി എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലാക്കി കൊടുത്താൽ മതി. ഇനി നമ്മളിത് മൂടി വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം. ഫ്ലെയിം കുറച്ചിട്ട് തന്നെയാണ് കുക്ക് ചെയ്തെടുക്കുന്നുള്ളത്. അപ്പോൾ ഇതൊരുപാട് സമയം വെക്കണമെന്നില്ല, പെട്ടെന്ന് തന്നെ ഇത് അടിഭാഗം കുക്കായി വരും. പിന്നെ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ടൊരു ഇച്ചിരി നെയ്യ് നമ്മളാക്കി കൊടുത്തിട്ട് ഒന്ന് കമഴ്ത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ തിന്നായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ സോസ് പാനിലൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ചിലപ്പോൾ സമയത്തിൽ വ്യത്യാസം വരും. ഇനി മറ്റേ സൈഡും കൂടെ ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്കിത് മാറ്റാം. നമ്മളിത് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരുപാട് സമയം വെക്കണമെന്നില്ല. ചൂടായ പാനിലോട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തിരിച്ചിട്ട് കൊടുത്ത് 1 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ 1-2 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് റെഡിയായി കിട്ടും. ഇനി നമുക്കിത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. ചൂടോടെ കട്ട് ചെയ്ത് സെർവ് ചെയ്താൽ മതി. അപ്പോൾ ഇതും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്, അകത്ത് ഫില്ലിംഗ് ഒക്കെ ആയിട്ട് നല്ല സോഫ്റ്റാണ് സംഭവം. ഒരിക്കലെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. കുട്ടികളൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ളൊരു പോള തന്നെയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഒരു പിസ്സ ഫ്ലേവറിലൊക്കെയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അതാ ഇതിന് വേണ്ടിയിട്ടൊരു പാത്രം ചൂടാകുമ്പോൾ 1 ടേബിൾ സ്പൂണൊക്കെ ബട്ടർ ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് 3 ബ്രെഡ് പീസാണ് കേട്ടോ, 3 ബ്രെഡ് സ്ലൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിയിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് മൊരിച്ചെടുത്തിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിത് മാറ്റാം. വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു പാത്രം ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂണൊക്കെ മതിയാകും. ഇനി ഇതിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ ഒരു തക്കാളി മീഡിയം സൈസിൽ തന്നെയുള്ള തക്കാളി മതിയാകും. പക്ഷേ തക്കാളി എടുക്കുമ്പോൾ പഴുത്ത തക്കാളി എടുക്കാതിരിക്കുക. കുറച്ചും കൂടെ അധികം പഴുക്കാത്ത തക്കാളി ആയിരിക്കും ഒന്നും കൂടെ നല്ലത്. അതുപോലെ ഒരു പച്ചമുളക്, ചെറിയൊരു പച്ചമുളകും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി. അങ്ങനെ നല്ലോണം വഴറ്റി ഇത് വെന്ത് വടയുന്ന പരുവത്തിൽ അങ്ങനെ വഴറ്റിയെടുക്കണമെന്നില്ല, ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഇതിലോട്ട് ക്യാപ്സിക്കം കയ്യിലുണ്ടെങ്കിൽ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. ഒരു 1/4 കപ്പൊക്കെ മതിയാകും. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം പാകത്തിന്. അതുപോലെ 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ബട്ടർ ചേർത്ത് കൊടുക്കുമ്പോൾ സോൾട്ടഡ് ബട്ടറാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ചേർക്കുന്ന ബട്ടറിൽ എന്തായാലും ബ്രെഡിൽ എന്തായാലും ഉപ്പുണ്ടല്ലോ, അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ബട്ടർ എടുക്കുമ്പോൾ അൺസോൾട്ടഡ് ആണ് കേട്ടോ ഏറ്റവും നല്ലത്. സോൾട്ടഡ് ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്തൊക്കെ ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി.
അപ്പോൾ ഞാൻ ഇതിലോട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബ്രെഡ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ബ്രെഡും ഈ ഒരു കൂട്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഫ്ലെയിമൊക്കെ കുറച്ചിട്ട് ബ്രെഡൊക്കെ അങ്ങനെ വെന്ത് ഉടയുന്ന പരുവത്തിലൊന്നും ആക്കിയെടുക്കണ്ട. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിൽ നിന്ന് മാറ്റി വെക്കാം. ഈ ഒരു പാത്രത്തിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കണ്ട. വേറൊരു പാത്രത്തിലാണ് ഇനി ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഈ പാത്രത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിലും കുറേ നേരം കഴിയുമ്പോൾ ഓവറായിട്ട് ഇതായി പോകും. അപ്പോൾ ഇതിൽ നിന്ന് മാറ്റാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ്. അപ്പോൾ അതിന് മുന്നേ ഞാനൊരു കാര്യം ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം കേട്ടോ. ആവശ്യമുള്ളവർ കണ്ടാൽ മതി, വേണ്ടാന്നുള്ളവർ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്താൽ മതി. ബറക്ക നാച്ചുറൽസിൻ്റെ ബയോട്ടിൻ പൗഡറാണ്. ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് എനിക്ക് പരിചയപ്പെടുത്താൻ തോന്നിയത്. എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട്. പലപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്ത ആളാണ് ഞാൻ. അപ്പോൾ രാവിലത്തെ തിരക്കിനിടയിൽ, ഓട്ടപ്പാച്ചിലിനിടയിൽ പലപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആവും. നല്ല ഗുണങ്ങളുള്ള പ്രോട്ടീൻ പൗഡറാണ്. അപ്പോൾ ഇതിലടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പലതരം നട്ട്സും വിത്തുകളും മില്ലറ്റ്സും ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു പ്രോട്ടീൻ പൗഡറാണ്. അപ്പോൾ ചെറിയ കുട്ടികൾക്കും വയസ്സായവർക്കും എല്ലാവർക്കും കഴിക്കാം കേട്ടോ. പ്രഗ്നൻ്റ് ആയവർക്കും അതുപോലെ ഡെലിവറി ആയവർക്കൊക്കെ കഴിക്കാം. കുട്ടികൾക്കാണെങ്കിൽ 1 ടീസ്പൂണൊക്കെ കൊടുത്താൽ മതി ഒരു ഗ്ലാസ് പാലിൽ. വലിയവർക്കാണെങ്കിൽ 2 ടീസ്പൂൺ അല്ലെങ്കിൽ 3 ടീസ്പൂൺ വരെ കഴിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലോട്ട് ഇതാണ് പൗഡർ, 2 ടീസ്പൂൺ ഞാൻ നിറച്ച് ഒരു ഗ്ലാസ്സിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിത് തണുപ്പിച്ചും കഴിക്കാം. മിൽക്ക് ഷേക്കായിട്ടൊക്കെ നമുക്ക് ഷേക്കായിട്ടും കഴിക്കാം കേട്ടോ. അതുപോലെ ഡയറ്റിങ് ചെയ്യുന്നവർക്കൊക്കെ ബനാന അങ്ങനത്തെ ഡ്രിങ്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ വേണമെങ്കിലും ആഡ് ചെയ്യാം. അപ്പോൾ അത്രയും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഒരു കെമിക്കലും ഇല്ലാത്ത പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ 2 ടീസ്പൂണാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ല തിളച്ച പാല് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് കഴിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഇങ്ങനെ പാലും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് അങ്ങനെ കുറേ നേരം വെക്കാതെ പെട്ടെന്ന് തന്നെ കഴിക്കാൻ നോക്കാം. അപ്പോൾ അടിയിൽ പൊടിയും ഇങ്ങനെ മുകളിൽ പാലും നമ്മൾ എന്താണെങ്കിലും അങ്ങനെ ഒന്ന് ഊറി വരുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാതെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക, കഴിക്കുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അപ്പോൾ അത് നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ നോക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു ബൗളിലോട്ട് മുട്ട ചേർത്ത് കൊടുക്കാം. 4 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലോട്ട് കുരുമുളക് പൊടിയും അതുപോലെ പാകത്തിനുള്ള ഉപ്പും, ഒരിച്ചിരി കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാ പശുവിൻ പാലാണ്. 1/4 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്ത 3 സ്റ്റെപ്പായിട്ട് ചെയ്തല്ലേ. ആദ്യം ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തു, പിന്നെ മസാല ഉണ്ടാക്കി, ഇപ്പോൾ മുട്ടക്കൂട്ടും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ ഞാൻ അടിയിൽ ഒരു പാനും കൂടെ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു പഴയ പാന് അടിയിൽ വെക്കാം കേട്ടോ. എന്നിട്ട് ചൂടായി വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു മുകളിൽ വെച്ചിട്ടുള്ള പാന് ചൂടായി വരുമ്പോൾ ഇതുപോലെ ഞാനൊരു ഇച്ചിരി ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എല്ലായിടത്തോട്ടും ഒന്നാക്കി കൊടുക്കുക. ഇനി നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ബ്രെഡും അതുപോലെ മസാല കൂട്ടുണ്ടല്ലോ, ഈ ഒരു കൂട്ടാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്ന് എല്ലായിടത്തും ഒരേപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കുക. ഇതുപോലെ ഒന്ന് ഫ്ലെയിം കുറക്കാട്ടോ. ഈ ഒരു സമയത്തൊക്കെ ഫ്ലെയിം കുറച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ലെവലാക്കി കൊടുത്തിട്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മുട്ടക്കൂട്ടാണ്. ഇനി മുകളിലായിട്ട് ഇതുപോലെ മുട്ടക്കൂട്ട് എല്ലാ ഭാഗത്തോട്ടും കവറാകുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി ഒന്ന് ഇതുപോലെ ഒന്ന് എല്ലായിടത്തും ഒന്ന് ജസ്റ്റ് ഒന്ന് ലെവലാക്കി എടുത്തിട്ട് ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഫ്ലെയിം കുറച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റൊക്കെ മതിയാകും. 10 മിനിറ്റൊക്കെ കൊണ്ട് ഇത് റെഡി ആയി കിട്ടും. അങ്ങനെ ഒരുപാട് സമയം വെക്കണമെന്നില്ല. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് വെന്ത് വന്നാൽ. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മൊസറല്ല ചീസ്, ഗ്രേറ്റ് ചെയ്ത് വെച്ച മൊസറല്ല ചീസ് ഇതുപോലെ മുകൾ ഭാഗത്തോട്ട് ഇങ്ങനെ കുറച്ച് ഇതുപോലെ ഒന്ന് വെതറി കൊടുത്താൽ മതി. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ഇതുപോലെ കുറച്ച് മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഒറിഗാനോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒറിഗാനോ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സൊക്കെ ഇട്ട് കൊടുത്താലും മതി. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞത് ഒന്ന് ഇതുപോലെ കുറച്ച് മാത്രം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഓരോന്ന് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ചീസൊക്കെ അവിടെ മെൽട്ടായിട്ട് വരും. ഇനി കുറേ നേരം മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടും ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടും ടൊമാറ്റോ കെച്ചപ്പ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നുമല്ല. ഇനി നമുക്കിത് മാറ്റാം ഇതിൽ നിന്നും. അപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല എളുപ്പമാണ്, അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാനായിട്ട്. നമുക്കിതിലോട്ട് ചിക്കനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. എന്നാലും നല്ല
അടിപൊളിയാണ് കേട്ടോ സംഭവം. പിസ്സ കഴിക്കുന്ന ആ ഒരു ഏകദേശം ആ ഒരു ഫ്ലേവർ തന്നെയാണ്. പക്ഷേ നമുക്ക് അത്ര പണിയൊന്നുമില്ല ചെയ്യാനായിട്ട്. ഇതൊന്നും റെഡിയാക്കണ്ട, എളുപ്പമാണ്. രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലൊക്കെ അതുപോലെ ചൂടോടെ കഴിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.